നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ അകാലത്തിൽ പുകയുന്നു. വരാനിരിക്കുന്ന ഭരണമാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രമുഖ നേതാക്കൾ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഇത്തരം ചർച്ചകളോട് തനിക്ക് താല്പര്യമില്ലെന്ന കർക്കശ നിലപാടുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്തെത്തി. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് നിലവിൽ മാധ്യമങ്ങളിലും പാർട്ടി വൃത്തങ്ങളിലും നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകളെ അദ്ദേഹം തള്ളിക്കളഞ്ഞത്. ചർച്ച ചെയ്യുന്നവർക്ക് അത് തുടരാം, എന്നാൽ തനിക്ക് അതിൽ യാതൊരു താല്പര്യവുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. KC വേണുഗോപാലിന്റെ സമീപകാല പ്രസ്താവനകൾ പാർട്ടിയിലെ ഉൾപാർട്ടി സമവാക്യങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഇതിന് അടിവരയിടുന്ന തരത്തിലാണ് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾക്കിടയിൽ ഇപ്പോൾ ഒരു അപ്രഖ്യാപിത പ്രചാരണ യുദ്ധം നടക്കുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ജനപ്രീതിയും യോഗ്യതയും തെളിയിക്കാനാണ് ഓരോ വിഭാഗവും ശ്രമിക്കുന്നത്. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ കേന്ദ്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്ന ജനനായകൻ എന്ന വീഡിയോ പരമ്പര ഇതിന് ഉത്തമ ഉദാഹരണമാണ്. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഈ വീഡിയോകൾ ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതത്തെയും അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തെ ഭരണപരമായ നേട്ടങ്ങളെയും അതീവ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്നു. അന്തരിച്ച നേതാവ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുന്നതിലൂടെ വൈകാരികമായ ഒരു പിന്തുണ കൂടി നേടിയെടുക്കാൻ ഈ ക്യാമ്പയിൻ ശ്രമിക്കുന്നുണ്ട്. കേരളത്തെ RC നയിക്കട്ടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഈ നീക്കത്തിന് പിന്നിലെ മുഖ്യമന്ത്രി മോഹം വ്യക്തമാക്കുന്നതാണ്. മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവ് VD സതീഷിനെ മുൻനിർത്തി അദ്ദേഹത്തിന്റെ അനുയായികൾ മറ്റൊരു രീതിയിലുള്ള പ്രചാരണമാണ് ആസൂത്രണം ചെയ്യുന്നത്. നിയമസഭയിൽ ഭരണപക്ഷത്തെ നിശബ്ദമാക്കുന്ന അദ്ദേഹത്തിന്റെ മൂർച്ചയേറിയ പ്രസംഗങ്ങളുടെ സമാഹാരം ഒരു പുസ്തകമായി പുറത്തിറക്കാനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ സജീവമാണ്. പാർലമെന്ററി രംഗത്തെ അദ്ദേഹത്തിന്റെ മികവും പാണ്ഡിത്യവും ഉയർത്തിക്കാട്ടി അടുത്ത ഘട്ടത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. അതേസമയം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിയും അണിയറയിൽ തയ്യാറാകുന്നുണ്ട്. ഡൽഹി രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയും ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനുമായ കരുത്തനായ മലയാളി എന്ന പ്രതിച്ഛായയാണ് ഇതിലൂടെ അദ്ദേഹത്തിന് നൽകുന്നത്. ഈ മൂന്ന് നേതാക്കളും ഒരേ സമയം പുസ്തകങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും സജീവമാകുന്നത് കോൺഗ്രസിനുള്ളിൽ വരാനിരിക്കുന്ന ഒരു വലിയ നേതൃമാറ്റത്തിനായുള്ള തയ്യാറെടുപ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. വരാനിരിക്കുന്ന ഭരണമാറ്റം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഈ ഡിജിറ്റൽ യുദ്ധം പാർട്ടിയിൽ ഗ്രൂപ്പ് പോര് വീണ്ടും സജീവമാക്കാൻ കാരണമായിട്ടുണ്ട്. മുഖ്യമന്ത്രി ചർച്ചകൾക്ക് ആക്കം കൂട്ടിയത് മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. സമരപദങ്ങളിൽ നിന്ന് കൈകഴുകി മാറി നിന്നവരല്ല, മറിച്ച് ത്യാഗവും കഷ്ടപ്പാടുകളും സഹിച്ചവരാണ് മുഖ്യമന്ത്രിയാകേണ്ടതെന്ന അദ്ദേഹത്തിന്റെ പരാമർശം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. AK ആന്റണിയെ പോലെ MLA അല്ലാത്തവരും മുൻപ് മുഖ്യമന്ത്രിയായിട്ടുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത് KC വേണുഗോപാലിനെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന ആക്ഷേപം ഉയർന്നുവെങ്കിലും താൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലെന്നും തന്റെ സ്വപ്നം മാത്രമാണ് പങ്കുവെച്ചതെന്നുമാണ് അജയ് തറയിലിന്റെ വിശദീകരണം. കേന്ദ്ര സർക്കാരിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങളാണ് KC വേണുഗോപാൽ ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയ നടപടിയെ വിചിത്രം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെരുമാറ്റച്ചട്ടം നഗ്നമായി ലംഘിച്ചിട്ടും കമ്മീഷൻ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ഇത്തരം ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കുന്ന കമ്മീഷണറെ ഇംപീച്ച് ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപക്ഷം ഗൗരവമായി ആലോചിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കൂടാതെ കോഴിക്കോട് സ്ട്രോങ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട ഗൗരവകരമായ പരാതികളിൽ കമ്മീഷൻ പുലർത്തുന്ന നിശബ്ദതയിലും നടപടിയില്ലാത്തതിലും KC വേണുഗോപാൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. UDFന് അനുകൂലമായ കാറ്റ് വീശുന്നുണ്ടെന്ന ആത്മവിശ്വാസമാണ് ഈ പോരുകൾക്ക് പിന്നിലെങ്കിലും ഇത് പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്ക പ്രവർത്തകർക്കിടയിലുണ്ട്. നേതാക്കൾ സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും ഭരണവിരുദ്ധ വികാരവും വേണ്ടവിധം ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന പ്രധാന വെല്ലുവിളി.